ഹായ് സുഹൃത്തുക്കളെ, ദക്ഷിണ കന്നഡ ജില്ലയിലെ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രം, ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രം, ആ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കൊലപാതക പരമ്പരയുടെ വാർത്തകളൊക്കെ ഇപ്പം ഇങ്ങനെ രണ്ടാഴ്ചയായിട്ട് നിറയെ ഇങ്ങനെ കേൾക്കുകയാണ്. TV തുറന്നാൽ ഏത് ചാനൽ വെച്ചാൽ ആ ചാനലിലൊക്കെ വാർത്തകളുണ്ട്. ഇവർ ഈ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒന്നര ആഴ്ച മുമ്പ് വരെ ഈ വാർത്തകളൊക്കെ കൊടുക്കാനായിട്ട് ചാനലുകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് തോന്നണം. ഒക്കെ ഉറങ്ങിയിരുന്നു. ഞങ്ങളാരും അറിഞ്ഞില്ല, ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സംഭവം നമുക്കറിയില്ല. അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? അത് എന്തെങ്കിലും ബേക്കറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന സ്ഥലമാണോ ഈ ധർമ്മസ്ഥല? ആ ഒരു രീതിയിലായിരുന്നു എല്ലാ ന്യൂസുകളും പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ന്യൂസ് 18, ന്യൂസ് 18 അവരെ അടിപൊളിയായിട്ട് മണിക്കൂറുകൾ ഇടവിട്ട് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഈ ആഴ്ചത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, 2-3 ആഴ്ച മുമ്പുള്ള വാർത്തയാണ് ഞാൻ പറയുന്നത്. ന്യൂസ് 18 എന്ന് പറഞ്ഞ ചാനൽ മാത്രമാണ് ഈ ധർമ്മസ്ഥലയിലെ വിവരങ്ങളൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ പ്രമുഖരായിട്ടുള്ള നമ്മുടെ മലയാളത്തിൽ ഒരുപാട് ചാനലുകാരുണ്ടായിട്ട് അവരിതൊന്നും ഇത് നടിച്ചില്ല. ഇപ്പോൾ ഒരുപാട് ചാനലുകൾ നല്ലതുപോലെ വർക്ക് ചെയ്യുന്നു. അവരെല്ലാവരും ഈ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഉള്ളറയിൽ, അതായത് ആ ക്ഷേത്ര പരിസരത്തൊക്കെ നടന്ന കൊലപാതക പരമ്പരയുടെ സത്യം അറിയാനായിട്ട് അവരൊക്കെ ഇങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആ സത്യത്തിന് വേണ്ടി മുന്നോട്ട് പായുകയാണ് ധീരമായിട്ട്. അത് നല്ല കാര്യമാണ്. അത് നമ്മൾ കൈയടിച്ച് തന്നെ പ്രോത്സാഹിപ്പിക്കണം. വാർത്തകൾ നിറയെ വരട്ടെ, സത്യം തെളിയട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പ്രായപൂർത്തിയാകാത്ത കൊച്ചു പെൺപിള്ളേരെ ഒക്കെ ഇവന്മാർ നോട്ടമിട്ടിരുന്ന് കുറുക്കൻ കണ്ണുകളോടെ, ചെന്നായി കണ്ണുകളോടെ, മറ്റു മൃഗങ്ങളുടെ പേര് പറഞ്ഞ് അവരെ താഴ്ത്തുന്നതല്ല, അതിലേറെ ഭീകരന്മാരായിട്ടുള്ള ജന്തുക്കളാണ് ഇവന്മാര്, ഈ ദുഷ്ടന്മാര്. ചെറിയ പെൺകുട്ടികളെ, വിദ്യാർത്ഥിനികളെ, സ്ത്രീകളെ, വിവാഹിതയായിട്ടുള്ള സ്ത്രീകളെയൊക്കെ ഇവന്മാര് നോട്ടമിട്ടിരുന്ന് പിടിച്ച് എവിടെയും കൊണ്ടുപോയി പീഡിപ്പിച്ച് ബലാത്കാരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്ന് ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിലേക്ക് ഉപേക്ഷിക്കും. അത്രയേറെ കണ്ടാൽ നമുക്ക് സഹിക്കില്ല എന്നാണ് പറയുന്നത്. ഇതിന്റെ ശുചീകരണ തൊഴിലാളി തന്നെ പുറത്തു പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം പറയാണ്, ഇങ്ങനെ പലയിടത്തായിട്ട് ഇവർ റേപ്പ് ചെയ്ത് കൊന്നുകളയുന്ന പെൺകുട്ടികളുടെ മൃതശരീരങ്ങൾ എന്നോട് കുഴിച്ചു മൂടാൻ, മറവ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ടെന്ന് വരെ അദ്ദേഹത്തിന്റെ അഭിഭാഷകനോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ ശുചീകരണ തൊഴിലാളി. ഒരു വലിയ കൊട്ടേഷൻ ഗ്യാങ് പോലെ അവിടുത്തെ ആക്ഷൻ കൗൺസിലിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഇപ്പം ന്യൂസ് ചർച്ചകളിൽ വന്നിരുന്ന് പറയുന്നത് കേട്ടാൽ നമ്മൾ അന്തിച്ചു പോകും. അതുപോലുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് അവിടെ. കേട്ടാൽ അന്തിച്ചു പോകുന്ന വാർത്തകൾ. ചെറിയ പെൺകുട്ടികളെ, വിദ്യാർത്ഥിനികളെ ഒക്കെ പീഡിപ്പിച്ച് കൊല്ലുകയാണ്. പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി കൊന്ന് അവരുടെ ജീവിതം തീർത്ത് കളയും. എന്നിട്ട് എവിടെയെങ്കിലും എങ്ങനെയൊക്കെ ഇവർ രസിക്കുകയാണ്. ഈ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ടോയ്സ് ഒക്കെ നമ്മൾ ഇടിച്ചും കുത്തിയും ചെറിയ കുട്ടികൾ അങ്ങനെയൊക്കെ നശിപ്പിച്ച് കളയില്ല. അതിനേക്കാളൊക്കെ ഏറെ അവർക്ക് രസകരമായ വിധമൊക്കെ പെൺകുട്ടികളുടെ ജീവിതം അവർ ഇല്ലാതാക്കി കളയാണ്. കഴുത്ത് ഞെരിച്ച് കൊല്ലുക, അതുപോലെ തന്നെ പീഡിപ്പിച്ച ശേഷം മുഖത്ത് ആസിഡ് ഒഴിച്ച് കത്തിച്ച് അവരുടെ മുഖം വികൃതമാക്കുക, കൊന്ന് എവിടെയെങ്കിലൊക്കെ ഉപേക്ഷിക്കുക, വയലോരത്തും നേത്രാവതി പുഴയുടെ ഓരത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഉപേക്ഷിച്ച് കളയുക. അപ്പോൾ ഈ ഉപേക്ഷിച്ച് കളയുന്ന ശവശരീരങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ശുചീകരണ തൊഴിലാളിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് കുഴിച്ചു മൂടാൻ പറയും. അപ്പോൾ അയാൾ ഇത് ആദ്യമൊക്കെ കേട്ടപ്പോൾ പേടിച്ചു പോയി, പിന്മാറി. പക്ഷെ അയാളെ നല്ലതുപോലെ മർദ്ദിച്ചു, വീട്ടിൽ കയറി ആക്രമിച്ചു. അദ്ദേഹത്തിനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒക്കെ സഹിച്ച് ക്ഷമിച്ച് അവിടെ നിന്നൊക്കെ ചെയ്യേണ്ടി വന്നു എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി ഇപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഈ വാർത്തകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ ഇതിൻ്റെ അധികാരി വർഗ്ഗങ്ങളൊക്കെ പേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കർണാടക പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിത്തൊണ്ടന്മാരെ, അങ്ങേപ്പുറത്തെ പേടിത്തൊണ്ടന്മാർ. അവർക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയ്യാട്ടാ, ഞങ്ങളുടെ സാറിനെയാണോ കുറ്റം പറയുന്നത്? സാറെന്ന് പറയുന്നത് ഈ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ പരമോന്നത അധികാരിയായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. അയാളാണ് ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഓരോ കൊട്ടേഷൻ ഗ്യാങ്ങുകളൊക്കെ വെച്ചിട്ട് ചെയ്യിപ്പിക്കുന്നതെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അദ്ദേഹം ഈ ക്ഷേത്രത്തിന്റെ അധികാരിയായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന്റെ അകത്ത് നടക്കുന്ന കൊലരായ്മയാണ്. ഇവിടെ വരുന്ന പെൺകുട്ടികളൊക്കെ പിടിച്ച് പീഡിപ്പിച്ച് കൊന്നുകളയും. പിന്നെ പെൺകുട്ടികളെ കാണാതായി അല്ലെങ്കിൽ കണ്ടു കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുഞ്ഞുങ്ങളുടെ വീട്ടുകാരെ അന്വേഷിച്ച് പല സ്ഥലത്തൊക്കെ ആയിട്ട് അന്വേഷിച്ചും പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി നടക്കുക എന്നല്ലാതെ ആ പെൺകുട്ടിയെ കണ്ടു കിട്ടില്ല, അവർക്ക് നീതി ലഭിക്കില്ല, അവരുടെ കൂടെ ഒരു നിയമവും ഉണ്ടാവില്ല. അപ്പം ഈ ക്ഷേത്രത്തിന്റെ പരമോന്നത അധികാരി ആരാണെന്ന് ഞാൻ ഗൂഗിളിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ വീരേന്ദ്ര ഹെഗ്ഗഡെയാണ്. വീരേന്ദ്ര ഹെഗ്ഗഡെ. അപ്പൊ അവന്റെ പേര് ഹെഗ്ഗഡെ കുടുംബമാണ് ഈ ഇവിടെയുള്ള എല്ലാ ടീംസിനും പൈസ ഒക്കെ കൊടുത്ത് ഒരു ഗ്യാങ് പോലെ വലിയൊരു ഗുണ്ടാ സംഘം പോലെ വളർത്തിയിരിക്കുന്നതെന്നാണ് ഓരോ ന്യൂസുകളായിട്ട് പുറത്തു വരുന്നത്. ഇതിൽ 2012 ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. സൗജന്യ എന്നാണ് പേര്. 17 വയസ്സുള്ള ആ പെൺകുട്ടീനെ പീഡിപ്പിച്ച് കൊല്ലുകയായിരുന്നു. ആ പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്ന വാർത്തയൊക്കെ കേട്ട് കഴിഞ്ഞാൽ സങ്കടം വരും കേട്ടോ. അതേപോലത്തെ വാർത്തകളാണ്. ആ കുഞ്ഞിനെ, 17 വയസ്സുള്ള ആ പെൺകുട്ടീനെ പീഡിപ്പിച്ച് കൈകൾ രണ്ടും ഒരു മരത്തിൽ കെട്ടിവെച്ച് അതിൻ്റെ എല്ലാ നെഞ്ചിലും വയറിലൊക്കെ ഇങ്ങനെ കടിച്ചും ഇടിച്ചും ഒക്കെ വേദനിപ്പിച്ച് മുറിവേൽപ്പിച്ച് ഒക്കെയാണ് ആ കുഞ്ഞിനെ കൊന്നിട്ടുള്ളത്. അപ്പം ആ കുഞ്ഞിൻ്റെ മൃതശരീരം കണ്ടുകിട്ടിയതിനെ തുടർന്ന് പോലീസിൽ അന്വേഷണവും കാര്യങ്ങളൊക്കെ പോയിരുന്നു.
പക്ഷേ കർണാടക പോലീസ് എന്ന് പറഞ്ഞ പേടിത്തൊണ്ടന്മാർ ആ കേസൊന്ന് മരവിപ്പിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ സ്രവങ്ങളൊന്നും കൃത്യമായ ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ ബലത്തിൽ അത് അന്വേഷിക്കാനോ ഒന്നും ഇവർ തയ്യാറായില്ല. അതിന് കാലതാമസം എടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് കിട്ടിയ സ്രവങ്ങൾ 2-3 ആഴ്ച 3-4 ആഴ്ചയൊക്കെ കഴിഞ്ഞൊക്കെ പരിശോധിക്കുമ്പോൾ ആ സ്രവങ്ങൾക്ക് വീര്യമില്ലാതായി പോകും. അത് പിന്നെ അത് പഴക്കമേറുമ്പോൾ ചീത്തയായി പോകുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ കാണിച്ച് ആ കേസ് ഇങ്ങനെ അലംഭാവമാക്കിപ്പെടുത്തി. എന്നിട്ട് അവരൊരു ഡെമ്മി പ്രതിനെ കൊണ്ടുവന്ന് വെച്ചു, സന്തോഷ് റാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളീനെ. അങ്ങേര് ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ അയാളുടെ ജീവിതം വളരെ കഷ്ടമായി മാറി. അയാളെ പിന്നെ ആ കണ്ണുകൊണ്ടാണ് ജനങ്ങൾ മൊത്തം കണ്ടത്. പക്ഷെ അദ്ദേഹം കുറ്റാരോപിതനല്ല എന്ന രീതിയിൽ പുറത്തു വന്നെങ്കിലും ശരിയായിട്ടുള്ള പ്രതികളെ പിടിച്ചുമില്ല. CBIക്കൊക്കെ കേസ് കൊടുത്തു. CBIയും കട്ട കോമഡി ആയിരുന്നു. ഈ ഹെഗഡെ കുടുംബത്തിൻ്റെ ഒക്കെ പൈസ മേടിച്ചിട്ടായിരിക്കും അവരൊക്കെ കോമഡി അടിച്ചത്. അപ്പോൾ കർണാടകയിൽ കാണാതായ പെൺകുട്ടികളെ കുറിച്ച് അവിടുത്തെ അമ്മമാരോ അച്ഛന്മാരോ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കർണാടക പോലീസ് പറയും, കാണാതായി പോയെങ്കിൽ വല്ലയിടത്ത് ഒളിച്ചോടി പോയിട്ടുണ്ടാവും, ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാവും, പോയി അന്വേഷിക്കുക, ഞങ്ങൾക്കിപ്പോൾ നേരമൊന്നുമില്ല അന്വേഷിക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആളാണ് ഈ ഹെഗഡെ കുടുംബത്തിന് ഇതിലൊരു പങ്കുണ്ട് എന്നുള്ള രീതിയിൽ ഒരു വാർത്ത എങ്ങാനും അവർ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് ചിലപ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് അവരെ ആക്രമിക്കും എന്ന രീതിയിലാണ് ആക്ഷൻ കൗൺസിലിൽ ഇരിക്കുന്ന ആളുകൾ പുറത്ത് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അത്രയേറെ കൃത്യമായ രീതിയിൽ ഓരോ സത്യങ്ങളും ഇങ്ങനെ പുറത്തു വരുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ അമ്പലത്തിന്റെ പരിസരത്ത്, അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയേറെ ഭക്തി ആയിട്ട് നമ്മുടെ അവിടെ ചെന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് ആ ഭാഗങ്ങളിലായിട്ട് വരുന്ന പെൺകുട്ടികളൊക്കെ തേടിപ്പിടിച്ച് കാത്തിരുന്ന് പീഡിപ്പിച്ച് കൊല്ലുകയാണ്. ആരറിയില്ലല്ലോ. ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ നമ്മൾ പുറത്തേക്ക് അമ്മക്കോഴിയുടെ ഒപ്പം വിടും. പക്ഷെ എവിടെയെങ്കിലും ഇരുന്നൊരു കാക്കയോ പരുന്തോ റാഞ്ചിക്കൊണ്ട് പോകുന്നത് നമ്മൾ അറിയില്ല. അവർ കൃത്യമായ രീതിയിൽ വന്ന് പിടിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ച് കൊത്തി പറിച്ച് തിന്നുന്നത് നമ്മൾ അറിയാതെ പോകും. അതുപോലൊരു രീതിയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വരുമ്പോൾ ആരും തിരിച്ചറിയുന്നില്ല. പിന്നെ ഈ പാവം പിടിച്ച അച്ഛനും അമ്മയും സഹോദരങ്ങളും സഹോദരിമാരൊക്കെ എൻ്റെ പ്രിയപ്പെട്ട അനിയത്തീനെ കാണുന്നില്ല, എൻ്റെ സഹോദരിയെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ പോലീസുകാർക്ക് അറിയാം ആരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷെ അവർക്ക് പേടിയാണ്. അവർക്ക് ഈ അധികാരവർഗത്തിന് പേടിയാണ്. ചിലപ്പോൾ പോലീസ് സ്റ്റേഷൻ വരെ അവർ കത്തിക്കുമായിരിക്കും, അതായിരിക്കാം. അപ്പോൾ കർണാടകയിൽ നടക്കുന്ന ഏറ്റവും വലിയ കൊള്ളരായ്മ പുറത്തെത്തിക്കാനായിട്ട് നമ്മുടെ കേരളത്തിലെ ന്യൂസ് 18 എന്ന് പറഞ്ഞ ചാനൽ നല്ലതുപോലെ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നു. അത് നല്ല കാര്യം തന്നെയാണ്, അടിപൊളി കാര്യം തന്നെയാണ്. അത് ഇനിയും ഉണ്ടാവണം. ഇപ്പോൾ മറ്റു ചാനലുകാരും അതിൻ്റെ ഒപ്പം തന്നെ ന്യൂസുകളും കൃത്യമായിട്ട് അറിയാൻ വേണ്ടി അങ്ങോട്ട് ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതും മികച്ച കാര്യം തന്നെ. ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ഹെഗ്ഡെയെ കുറിച്ച് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി എന്ന് പറഞ്ഞല്ലോ. അതിലറിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ 19-ാം വയസ്സിലാണ് ഇദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ അധികാരിയായിട്ട് മാറിയത്. അതായത് പരമ്പരകളായിട്ട് ഇവരിങ്ങനെ ഇവരുടെ അച്ഛൻ, അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ അങ്ങനെയുള്ളവരാണ് ഈ ക്ഷേത്രത്തിൻ്റെ തലവനായിട്ട് പരമോന്നത അധികാരിയായിട്ട് മാറുന്നത്. ഇപ്പം ഇദ്ദേഹമാണ്, ഈ വീരേന്ദ്ര ഹെഗ്ഡെയാണ്. ഇപ്പം ഇദ്ദേഹം നിലനിൽക്കുന്നു. ഇദ്ദേഹത്തിന് ശേഷം വേറെ ആരെങ്കിലും വരും. പക്ഷെ ഇദ്ദേഹത്തിന് ഈ സൗജന്യ കൊലപാതക പരമ്പരയിൽ ഒരു വ്യക്തമായ പങ്കുണ്ടെന്ന് സമീർ MD എന്ന് പറഞ്ഞ യൂട്യൂബർ ഒരു വീഡിയോയിലൂടെ പുറത്തു പറഞ്ഞു. ആ സംഭവം അങ്ങനെ പുറത്തിറങ്ങി വീഡിയോ ഒക്കെ വൈറലായി ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹെഗ്ഡെ കുടുംബം പരാതി കൊടുത്തു പോലീസിന്. അപ്പം തന്നെ പോലീസ് ഭയങ്കര ശക്തമായിട്ട് ഇന്ന് പിടിക്കണം അവനെ. സമീറിനെ പിടിച്ചു വേഗം തന്നെ കോടതിയിലേക്ക് കേസ് പോയി. കോടതി പറഞ്ഞു സമീർ MD ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യൂ. 10 ലക്ഷമല്ല 10 മില്യൺ ആളുകൾ കണ്ട വീഡിയോ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ രക്ഷപ്പെട്ടോ? ഇല്ല. ഇപ്പോൾ ഈ സംഭവം കേരളത്തിലെ യൂട്യൂബർമാരും ഇന്ത്യയിലെ യൂട്യൂബർമാരും മറ്റു രാജ്യങ്ങളിലെ യൂട്യൂബർമാരൊക്കെ നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. സത്യം തെളിയാൻ വേണ്ടിയിട്ട് അവർ ഓരോ വീഡിയോകളായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പം എന്തായി കാര്യം? സത്യം പുറത്തു വരാനായിട്ടുള്ള ശക്തമായിട്ടുള്ള മുന്നോട്ട് പോക്ക് കണ്ടോ? ഇതാണ് നമ്മൾ എവിടെയൊക്കെ ഇങ്ങനെ മൂടി പിടിച്ചാലും ഒളിപ്പിച്ചു വെച്ചാലും ശരിയായിട്ടുള്ള സത്യം തെളിഞ്ഞു തന്നെ വരും. അത് സത്യം തന്നെയാണ്. സത്യത്തിന് ഒറ്റ പദമേ ഉള്ളൂ. സത്യത്തിന് അപ്പുറവും മറ്റു നാണയങ്ങളൊന്നുമില്ല. ഒരു നാണയത്തിന് 2 വശവും സത്യം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ സൗജന്യ കൊലക്കേസ് ഇത്രയേറെ വിപുലമായ രീതിയിൽ വീഡിയോ ചെയ്ത് ലോകത്തെ അറിയിച്ച സമീർ MDയെ വെറുതെ വിടാനൊന്നും ഇവർ ഉദ്ദേശിച്ചില്ല. മതവിദ്വേഷം പരത്തിയെന്ന രീതിയിൽ കേസും കൊടുത്തു സമീർ MDക്കെതിരെ. ആ കേസിലൂടെ തന്നെ സമീർ MDയെ നല്ലതുപോലെ പീഡിപ്പിക്കാനൊക്കെ പോലീസ് ശ്രമിച്ചു മാനസികമായിട്ടൊക്കെ. പക്ഷെ അദ്ദേഹത്തിന്റെ ധൈര്യം കൈവിട്ടില്ല. അദ്ദേഹം പറഞ്ഞു സൗജന്യ കൊലക്കേസിന്റെ ഫയലുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു തന്നെയാണ് ഞാൻ ഈ വിശദമായ വിവരങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. പക്ഷെ എന്താ ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞ സൗജന്യ കൊലക്കേസിന് ഇപ്പോഴും ഒരു തുമ്പ് തെളിഞ്ഞിട്ടില്ല.
17 വയസ്സ് മാത്രമുള്ള ആ പെൺകുട്ടിയെ ആര് കൊലപ്പെടുത്തിയെന്നും ആര് റേപ്പ് ചെയ്തെന്നും CBI അന്വേഷിച്ചിട്ട് വരെ കണ്ടെത്താൻ സാധിച്ചില്ല. അവരൊരു ഡമ്മി കുറ്റവാളിയായിട്ട് സന്തോഷ് റാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധാരണക്കാരനെ അതിൽ പിടിച്ചിട്ട് അയാളുടെ കുടുംബജീവിതവും അതിൽ ഇങ്ങനെ കളങ്കപ്പെടുത്തി മാറ്റി. അതുമാത്രം അവർ ചെയ്തു. ശരിയായിട്ടുള്ള കുറ്റവാളികളൊന്നും അവർ പിടിച്ചില്ല, പിടിക്കാനുള്ള ഒരു താല്പര്യവും കാണിച്ചില്ല. കേസിന്റെ തെളിവുകളൊക്കെ കൃത്യമായ രീതിയിൽ ഇങ്ങനെ വൈകിപ്പിച്ച് നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ അവിടുത്തെ സംസ്ഥാന സർക്കാരും ഈ കുറ്റവാളികൾക്കൊപ്പമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. അവരും ഈ കേസിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ കേട്ടിട്ടും അവരും മൗനം ഭുജിച്ചു. ഇങ്ങനെ വിരലെടുത്ത് ഇങ്ങനെ ചുണ്ടത്ത് വെച്ചുകൊണ്ടിരുന്നു. ഞങ്ങളൊന്നും മിണ്ടൂല എന്ന്. അങ്ങനെ സൗജന്യ കൊലക്കേസ് ഇപ്പോഴിങ്ങനെ എന്താണ് അതിന്റെ സംഭവം എന്ന് ആർക്കും അറിയാണ്ട് കിടക്കുകയാണ്. ഇവിടെ എന്താ കേസ് എന്ന് വെച്ചാൽ ഈ ദക്ഷിണ കന്നഡ ഭാഗത്തായിട്ട് തന്നെ ഏറെ സ്ത്രീകൾ, ഒരു 1000-ൽ മേലെ വരുന്ന സ്ത്രീകളെ കാണാതായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആ പെൺകുട്ടികൾ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. ഈ അനന്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടീനെ കുറിച്ച് അറിയാമോ? അനന്യ ഭട്ട്, അതാണ് യഥാർത്ഥ പേര്. ആ പെൺകുട്ടി ഇതേപോലെ ധർമ്മസ്ഥലയിൽ എക്സ്കർഷന് വന്നതാണ്. പാവം ആ പെൺകുട്ടീനെ കാണാതായതിനു ശേഷം ആ പെൺകുട്ടിയുടെ അമ്മ CBIയിൽ സ്റ്റെനോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീയാണ്. അത് അന്വേഷിച്ചു വന്നു. സുജാത എന്നാണ് പേര്. അവരന്വേഷിച്ചു വന്നു, പല സ്ഥലത്ത് അലഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ടു. പോലീസുകാർ പറഞ്ഞത് എല്ലായിടത്തും ഒളിച്ചോടി പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ഞങ്ങൾ നോക്കട്ടെ. 24 മണിക്കൂർ കണ്ടെത്താനുള്ള ഡ്യൂട്ടി മാതാപിതാക്കളുടെ ഡ്യൂട്ടിയാണെന്നാണ് പോലീസ് പറഞ്ഞത്. അങ്ങനെ ആ പാവം സ്ത്രീ അന്വേഷിച്ച് ധർമ്മസ്ഥലയിലേക്ക് ഇങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് തെരുവോരങ്ങളിലൊക്കെ ഇങ്ങനെ കിടന്ന് അലഞ്ഞു നടന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരൻ്റെ കൂടെ ഈ പെൺകുട്ടീനെ കണ്ടതായിട്ട് പറഞ്ഞു. വീണ്ടും ഇവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ടു. പോലീസുകാരൻ പറഞ്ഞു അന്ന് ആ ക്ഷേത്ര ജീവനക്കാരുടെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാവും എന്നാണ് പോലീസുകാരൻ പറഞ്ഞത്. ആ അമ്മ അത്രയേറെ സങ്കടത്തോടുകൂടി വിഷമത്തോടുകൂടി അവിടുത്തെ വീരേന്ദ്ര ഹെഗ്ഗഡേനെ കാണാൻ ചെന്നു. രാജാവിന് മുമ്പിൽ കൂപ്പിട്ട് വണങ്ങാൻ. രാജാവ് ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ദേഷ്യത്തോട് കോപിഷ്ഠനായി മാറി. കടന്നു പോകും എൻ്റെ മുന്നിൽ നിന്ന്, വന്നിരിക്കുന്നു ഓരോ കാര്യവും പറഞ്ഞുകൊണ്ട്, എനിക്കറിയില്ല ഇതൊന്നും എന്നൊക്കെ രീതിയിൽ അയാൾ പറഞ്ഞു, ചീത്തയൊക്കെ പറഞ്ഞു. സുജാത എന്ന് പറഞ്ഞ ആ സ്ത്രീനെ അവിടെ നാട്ടിപ്പായിച്ചു. വൈകുന്നേരം അവർ ഈ മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു ഓരത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് മകള് പോയല്ലോ, ഞാൻ ആരോട് ചെന്ന് പറയും, ആരുടെ കാല് പിടിക്കും, എങ്ങനെ കണ്ടെത്തും എന്നറിയാൻ കഴിയാതെ ആ അമ്മ കരഞ്ഞിരിക്കുന്ന നേരത്ത് 3-4 ചെറുപ്പക്കാർ കടന്നു വന്നു. അവർ ഈ അമ്മേനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുട്ട് നിറഞ്ഞൊരു മുറിയിൽ അവിടെ കൊണ്ടുപോയി കൈയും കാലും കെട്ടിയിട്ടു. എന്നിട്ട് പറഞ്ഞു, അനന്യയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് ഈ ഭാഗത്തെങ്കിലും കാണരുത്, കണ്ടാൽ നിങ്ങളെ കൊന്നുകളയും. ഈ അമ്മ പോലീസിനോട്, അതായത് ഈ കേസ് ഇപ്പോൾ കുത്തിപ്പൊന്തി വലിയ രീതിയിലേക്ക് ഇങ്ങനെ ചർച്ച ആയപ്പോൾ അമ്മ എഴുതി തയ്യാറാക്കിയ ആ പരാതിയിലുള്ള വാക്കുകളാണ് ഇതൊക്കെ, അല്ലാതെ ഞാൻ മനസ്സിൽ നിന്നെടുത്ത് പറയണതല്ല. വേഗം തന്നെ അമ്മ പറഞ്ഞു, എൻ്റെ മകളെ എനിക്ക് പ്രിയപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ്, ഞാൻ അവളില്ലാണ്ട് പോകില്ല, അവളെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തുന്ന ധൈര്യത്തോടുകൂടി പറഞ്ഞ അമ്മേനെ ഈ ഭ്രാന്തന്മാര്, ഈ ഇവന്മാര് എല്ലാവരും ചേർന്നിട്ട് തല്ലി തവിടുകൂടിയാക്കി അവശതാക്കി കളഞ്ഞു. തലക്കൊക്കെയാണ് കൂടുതലും അടി കൊടുത്തത്. അങ്ങനെ ബോധരഹിതമായിട്ട് വീണ ആ പാവം സ്ത്രീനെ ആരൊക്കെ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ കിടന്ന് കുറേ മാസങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന് തന്നെ അവർ കിടപ്പിലായിപ്പോയി. അങ്ങനെ ആ അമ്മയുടെ ഓർമ്മയൊക്കെ ചെറുതായിട്ട് നഷ്ടപ്പെട്ടു പോയിരുന്നു. അങ്ങനെ സുജാത എന്ന് പറഞ്ഞ അമ്മ ആശുപത്രി കിടക്കയിൽ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യം അന്വേഷിച്ചത് തൻ്റെ കയ്യിലുള്ള പേഴ്സ് നഷ്ടപ്പെട്ടു പോയ കാര്യമാണ് അവർ ഓർത്തത് തന്നെ. ആ പേഴ്സ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആ പേഴ്സ് ഇല്ല. അതിൽ ആധാർ കാർഡ്, കുറേ കാര്യങ്ങൾ, രേഖകളൊക്കെ ഉണ്ടായി, അതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അന്ന് വന്നവന്മാർ അതൊക്കെ കൊണ്ടുപോയി നശിപ്പിച്ചിട്ടുണ്ടാവും. അതൊക്കെ പോയി. അതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അമ്മ ചിന്തിച്ചു, എൻ്റെ മകളെ കാണാതായതിൻ്റെ പേരിൽ ധർമ്മസ്ഥലയിൽ വന്ന് ഞാൻ അന്വേഷിക്കുകയാണ്. പക്ഷെ എന്തിനാണ് പോലീസ് പോലും കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നത്? എന്ത് കാരണത്താലാണ്? ഇവിടുത്തെ പരമോന്നത അധികാരി എന്ന് പറയുന്ന ഈ വീരേന്ദ്ര ഹെഗ്ഗഡെ എന്തിന് ചീത്ത പറഞ്ഞ് ആട്ടിപ്പായിക്കുന്നു എന്നെ? എൻ്റെ മകളെ കാണാതായാലും അയാൾ കണ്ടെത്തി തരാനായിട്ടുള്ളൊരു ഉത്സാഹം കാണിക്കേണ്ടതല്ലേ? പിന്നെ എന്തുകൊണ്ട് അയാൾ എന്നെ ആട്ടിപ്പായിക്കുന്നു? ഇവിടെയുള്ള ആളുകൾ ആരും അറിയാതെ എന്നെ വാച്ച് ചെയ്യുന്നു, പിന്നാലെ വരുന്നു, ഞാനിരിക്കുന്നത് നോക്കുന്നു, എൻ്റെ പിന്നാലെ വന്ന് എന്നെ ഉപദ്രവിക്കുന്നു. ഇതൊക്കെ എന്താണ് എന്ന് അമ്മ സംശയിക്കുകയായിരുന്നു. ശരിയല്ലേ? അമ്മ സംശയിച്ചതിൽ എന്താണ് തെറ്റ്? അപ്പൊ ഈ വീരേന്ദ്ര ഹെഗ്ഗഡെ എന്ന് പറഞ്ഞ ആ കുടുംബത്തിന്റെ പിന്നിൽ, അതായത് അവർ ഈ കേസിലൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. പക്ഷെ ആരൊക്കെയോ ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഇവര് ഒത്താശ നൽകുന്നു, ഇവരതിൻ്റെ പിന്നിൽ ഭയങ്കര ശക്തിയായിട്ട് നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് സമീർ MD അടക്കമുള്ള ദൂത എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലും മറ്റ് ഇംഗ്ലീഷ് ചാനലുകളിലും മലയാളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകളിലും ആക്ഷൻ കൗൺസിലിലും തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരുടെ വാക്കുകളിൽ നിന്നും പുറത്തു വരുന്ന കാര്യം. എന്നിട്ടും ഈ കർണാടക പോലീസിന് ധൈര്യമില്ല, വീരേന്ദ്ര ഹെഗ്ഗഡെയെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള ധൈര്യമില്ല.
കാര്യങ്ങൾ പോണ പോക്ക് കണ്ട. ഇതാണ് പണമുള്ളവനും അധികാരമുള്ളവനും പിടിപാടുള്ളവനും മുന്നിൽ നിയമം ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കും, ഓച്ചാനിച്ച് ഓ തമ്പ്ര എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. പണമില്ലാത്തൊരു പാവപ്പെട്ടവനാണെങ്കിലോ അവനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും, എന്നിട്ട് ഇങ്ങനെ ആട്ടും. ആ ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പം എത്ര പെൺകുട്ടികളെ ഇവർ കൊന്നു കളഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഉത്തരമില്ല. ഇപ്പൊ ശുചീകരണ തൊഴിലാളി എന്ന് പറഞ്ഞ ആളിതൊക്കെ പുറത്ത് പറഞ്ഞതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു. ഇനി അയാളെ നിമിഷ നേരത്തിൽ കൊല്ലാനുള്ള പദ്ധതികളായിരിക്കും ഈ പുറത്ത് നിൽക്കുന്ന ശത്രുക്കളായിട്ടുള്ള ഈ കിങ്കരന്മാർ, ഈ അധികാരി വർഗം പോലീസിനെ കൊണ്ടും ഒക്കെ ചെയ്യിപ്പിക്കാൻ പോണത്. അത് ദൈവമേ ആ പാവത്തിനെ കൊല്ലാതിരിക്കട്ടെ. ആ മനുഷ്യനെ കൊന്നു കഴിഞ്ഞ പിന്നെ ഈ കേസിന്റെ എല്ലാ തുമ്പും തീർന്നു. പിന്നെ ആ കേസ് പൊന്തി വരില്ല എന്നവർക്ക് നന്നായി അറിയാം. അത് കാരണം അയാളുടെ ജീവന് നല്ലതുപോലെ ഭീഷണി ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. പാവപ്പെട്ട സ്ത്രീകളെ, പാവപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യമുള്ള, ഇപ്പൊ അതിൽ പൈസയുണ്ടോ പണമുണ്ടോ എന്നൊക്കെ ഇവര് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഒരുപാട് സ്ത്രീകളെ, പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ അടക്കം ഇവര് പീഡിപ്പിച്ച് കൊന്നിട്ടുണ്ട്. സ്കൂൾ യൂണിഫോമിലുള്ള ഒരു പെൺകുട്ടീനെ പീഡിപ്പിച്ച് കൊന്നൊരു പെട്രോൾ പമ്പിന്റെ ഭാഗത്തായിട്ട് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞെന്ന് പറയപ്പെടുന്നു റിപ്പോർട്ടുകളിൽ. അപ്പൊ അത് ഈ മറവ് ചെയ്യാനായിട്ട് ഇയാളോട് പറഞ്ഞപ്പോൾ ഇയാൾ പേടിച്ചു പോയെന്ന് പറയണം. ആ ശരീരം കണ്ടിട്ട് മേൽവസ്ത്രം മാത്രമല്ല, അടിവസ്ത്രമൊന്നുമില്ല. അടിവസ്ത്രമില്ലാത്ത ആ പെൺകുഞ്ഞിന്റെ ശരീരത്തിൽ നല്ലതുപോലെ പരിക്കുകൾ കണ്ടു. സ്കൂൾ ബാഗ് അടക്കം മറവ് ചെയ്യുകയായിരുന്നു ആ മനുഷ്യൻ. ആസിഡ് ഒഴിച്ച് കത്തിക്കുക. ഒരുപാട് പെൺകുട്ടികൾ കാണാതായിട്ടുണ്ട്. വേദവല്ലി എന്ന് പറഞ്ഞ പെൺകുട്ടി, ഇപ്പൊ അനന്യ ഭട്ട്, സൗജന്യ കൊലക്കേസ്, ഇതൊക്കെ ഒരു തുമ്പുമില്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. ദൈവമേ, മഞ്ജുനാഥ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് എത്ര ഭക്തജനങ്ങൾ കടന്നു പോകുന്നു. അവരിതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ നെഞ്ചു പൊട്ടും. അവര് ദൈവത്തിനെതിരെ വിരൽ ചൂണ്ടി അവർ സംസാരിക്കും. ദൈവത്തിന്റെ പേരും പറഞ്ഞ് കൂട്ടു നിൽക്കുന്ന ടീംസിനൊക്കെ ചെയ്യണം ഓരോരോ കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ ഈ വാർത്തയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയുണ്ടാ. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി നഷ്ടപ്പെടുന്ന വേദന, പെൺകുട്ടി എന്നല്ല ആൺകുട്ടിയായാലും നഷ്ടപ്പെട്ടാൽ അത്ര നമ്മുടെ ചങ്ക് പൊളിയും അല്ലേ? ഇതൊക്കെ ഒന്ന് കേട്ടു നോക്ക്. ഒരു പെൺകുഞ്ഞിനെ കാണാതായിട്ട് ആ പെൺകുഞ്ഞിനെ കണ്ടെത്താനായിട്ട് അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു. ഒരു തുമ്പും കിട്ടുന്നില്ല. ഒരുപാട് വർഷങ്ങൾ കടന്നു പോകുന്നു. ആ വാർത്ത അവിടെ അവസാനിക്കുന്നു. അടുത്ത പെൺകുട്ടി ഇതേപോലെ എവിടെയെങ്കിലും സാഹചര്യത്തിൽ മരിച്ചതായിട്ട് കണ്ടെത്തുന്നു. ആ വാർത്തയും അവിടെ അവസാനിക്കുന്നു. അങ്ങനെ പോവുകയാണ്. ഞാൻ ഈ ഹെഗ്ഡേനെ കുറിച്ച് ഗൂഗിളിൽ നോക്കി എന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഈ വീരേന്ദ്ര ഹെഗ്ഡേക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ നോക്കുകയാണെങ്കിൽ കിട്ടിയുള്ള സംഭവങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. പുരസ്കാരങ്ങൾ നിറയെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് 2000 പത്മഭൂഷൺ അവാർഡ് കിട്ടി. പത്മഭൂഷൺ ചെറുതൊന്നല്ല കേട്ടോ, പത്മഭൂഷണാണ് കിട്ടിയത്. പിന്നെ 2009 അദ്ദേഹത്തിന് കിട്ടിയത് കർണാടക രത്ന എന്ന് പറഞ്ഞിട്ടുള്ള അവാർഡ്, കർണാടക രത്ന. പിന്നെ 1993 ശങ്കർ ദയാൽ ശർമ്മയിൽ നിന്നും അദ്ദേഹത്തിൽ നിന്നും കൈപ്പറ്റിയ ഒരു അവാർഡാണ് രാജഋഷി അവാർഡ്. അപ്പൊ ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെയാണ് ഇദ്ദേഹത്തിന് കിട്ടിയുള്ളത്. പിന്നെ പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. പത്മവിഭൂഷൺ കിട്ടിയത് 2015 2012 സൗജന്യ എന്ന് പേരുള്ള 17 വയസ്സുള്ള പെൺകുഞ്ഞ് കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത പുറം ലോകം അറിഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. 2012 സൗജന്യ കൊലക്കേസ് അങ്ങനെ നാട് മൊത്തം അറിഞ്ഞു. പക്ഷെ 2015 ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ അവാർഡും കിട്ടി. ഇദ്ദേഹത്തിന്റെ പേര് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ദൂത എന്ന് പറഞ്ഞിട്ടുള്ള സമീർ MDയുടെ യൂട്യൂബ് ചാനൽ കൃത്യമായിട്ട് വന്നതാണ്. എന്നിട്ട് പോലും ഇദ്ദേഹത്തിന് അവാർഡ് കൊടുക്കണം എന്നുള്ള പിടിവാശിയായിരുന്നു ഇദ്ദേഹത്തിനെ പിന്താങ്ങുന്ന അധികാരവർഗത്തിന്. വലിയ ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ ആയിട്ടാണ് ഇദ്ദേഹത്തിന്റെ കൂട്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് നേതാക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോസൊക്കെ നിറയെ കാണാം. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പൊ കർണാടകയിൽ തന്നെ സിനിമാ മേഖലയെ പറ്റി നോക്കുകയാണെങ്കിൽ കർണാടകയിൽ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഹിറ്റായി മാറിയ സിനിമകൾ കേരളത്തിന്റെയും കൂടി പ്രിയപ്പെട്ട സിനിമകളായിരുന്നു. കാന്താര, ഋഷഭ് ഷെട്ടിയുടെ കാന്താര, അത് കന്നഡയിലെ കിടിലൻ സിനിമയാണ്. അതുപോലെ തന്നെ KGF 2 ഒക്കെ നല്ലതുപോലെ കളക്ഷൻ വാരിയ ചിത്രമാണ് KGF 2. യാഷൊക്കെ കന്നഡയുടെ പ്രിയപ്പെട്ട താരമാണ്. ഇവരൊക്കെ നല്ല ഉണർവോടുകൂടി സംസാരിക്കുന്ന നല്ല ക്ലിയർ ആയിട്ടുള്ള മനുഷ്യരാണ്. എപ്പോഴും സംസാരിക്കുമ്പോൾ ഒക്കെ നല്ലൊരു മനുഷ്യത്വപരമായിട്ടൊക്കെ ഇടപെടുന്ന ആൾക്കാരാണ് രാജ്ബി ഷെട്ടിയൊക്കെ. അപ്പൊ ഇവരൊക്കെ ഉള്ള സിനിമാ മേഖല നിലനിൽക്കുന്ന ഈ കർണാടകയിൽ ഇത്രയും വലിയ സംഭവം നടന്നിട്ടും ഇവരൊക്കെ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് പോലും എഴുതുന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു വരി പോലും ഈ സംഭവത്തിനെതിരായിട്ട് ഇത് കണ്ടെത്തണം. അപ്പൊ ഇവര് പോലും ഭയക്കുന്നുണ്ടോ അവിടുത്തെ അധികാരവർഗത്തിനെ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്.
അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രയേറെ ക്രൂരമായിട്ടുള്ള കൊലപാതക പരമ്പരകളാണ്. സ്ത്രീകളെ പിടിക്കുക, അവരെ കൊല്ലാന്ന് പറഞ്ഞ് ബലാത്സംഗം ചെയ്തുമല്ല, ബലാത്സംഗം ചെയ്തുമല്ല, ആരോരും അറിയാതെ എവിടെയെങ്കിലൊക്കെ ഉപേക്ഷിക്കുക. നമ്മളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കടയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ചിട്ട്, മിഠായി എന്തെങ്കിലും മേടിച്ച് കഴിച്ചിട്ട് അതിന്റെ റാപ്പറുകൾ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് കളയൂലേ, അതുപോലെ.